ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇന്ന് രാവിലെയുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നടന്ന കുറേയേറെ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. അനീഷ് എന്ന വ്യക്തി ഒരു മികച്ച ഗെയിമർ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണെന്ന്. കുറേ പേർ ഈ കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് അനീഷിൻ്റെ ഗെയിം പോയി, അനുമോളുടെ ഗെയിമിൽ വീണു എന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അനീഷ് എന്ന വ്യക്തിയെ ഇത്രയും കാലം, ഈ 90 ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ കാണുമ്പോൾ അദ്ദേഹം ആദ്യം മുതൽ തന്നെ, അതായത് പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങൾ, സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ സംസാരിച്ചിട്ടുള്ളൂ. അതിപ്പോൾ എതിരെ 19 പേരാണെങ്കിലും ഇപ്പോൾ 6 പേരാണെങ്കിലും പുള്ളി ഒരേ നിലപാട് തന്നെയായിരിക്കും. പുള്ളി ഒരാൾക്ക് പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ അനീഷിന് നേരെ അത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ച നൂറ വരെ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വ്യക്തിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയാത്ത, തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന, അതായത് ന്യായം എവിടെയാണെന്ന് കണ്ടാൽ അത് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, അങ്ങനെ പ്രത്യേകിച്ച് ഫേവറിറ്റിസോ അങ്ങനെ ഒന്നും അനീഷിനില്ല. അത് മാത്രമല്ല, ഒരു കാര്യത്തിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഒരു ഇഷ്യൂ ഉണ്ടായാൽ പോലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മറന്ന് സാധാരണ രീതിയിൽ, അതായത് പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരേക വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ അനീഷ് മാത്രമാണ്. ഇന്നലെ ഉച്ചയ്ക്കത്തെ വഴക്കിൽ കുറേയേറെ കാര്യങ്ങൾ സംഭവിച്ചു. അനുമോളുടെ ഭാഗത്ത് കുറേയേറെ ന്യായങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ തെറ്റുകളുണ്ടായിരുന്നു. രാവിലെ മുതൽ കിച്ചണിൽ അനീഷും അനുമോളും ഒരുമിച്ച് നിന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കിച്ചണിൽ നടന്ന സംഭവങ്ങൾ ആദ്യം അവസാനം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയ്ക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി, അതിൽ ഇത്രയധികം വലിയൊരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല. അനാവശ്യമായൊരു വിഷയം തന്നെയായിരുന്നു അതെന്ന് അനീഷിന് ഉറക്കെ പറയാൻ സാധിച്ചു. അത് മാത്രമല്ല, പിന്നീട് എപ്പിസോഡിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വൈകുന്നേരം നടന്ന സംഭവത്തിൽ അനുമോളോട് വെസൽ കഴുകാൻ പറഞ്ഞത്, അത് ഏത് വെസലാണെന്നറിയാമോ? ഉച്ചയ്ക്കത്തെ വെസലിൻ്റെ ബാക്കി അക്ബർ കഴുകേണ്ട ബാക്കി നെവിൻ കഴുകേണ്ട വെസലാണ്. അപ്പോൾ അതാണ് നൂറ കഴുകുന്നു പറഞ്ഞുകൊണ്ട് അനുമോളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നൂറ പല കാര്യങ്ങളും ഇവർ തന്നെ പറയുന്നു. ആദില തന്നെ പണ്ടൊരു ദിവസം വെസലിൻ്റെ വിഷയത്തിൽ, അനീഷുമായി വെസലിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ആദില തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന കമാൻഡ് ചെയ്യുന്ന പോലെ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല, ഒരു ടൈം വേണമെന്ന്. പക്ഷേ ഇന്നലെ എൻ്റെ അനുമോളുടെ കാര്യത്തിൽ അതെല്ലാം അവർ മറന്നുപോയോ? ഓൾറെഡി വലിയൊരു ഇഷ്യൂ കഴിഞ്ഞ് മെൻ്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം. രണ്ടാമതെന്ന് പറഞ്ഞാൽ, അനുമോൾ രാവിലെയും ഉച്ചയ്ക്കും കിച്ചണിലെ ഡ്യൂട്ടി ചെയ്തിരിക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്കത്തെ വെസലിലെ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറയാൻ ഒരു അവകാശവും ഇല്ല, അതിലൊരു ന്യായവും ഇല്ല. വൈകിട്ടത്തെ വെസൽ കഴുകിക്കൊള്ളാമെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിൽ പോയി അനുമോൾ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ ചെന്ന് നൂറയും ആദിലയും വഴക്കുണ്ടാക്കുന്നു. അവരങ്ങോട്ട് പറയുന്ന വാക്കുകൾ, അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അവരങ്ങ് വിടുകയാണ്. എന്നിട്ട് അനുമോളുടെ വായിൽ നിന്ന് മാത്രം എന്തെങ്കിലും വരുന്നത് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, രണ്ടുപേർക്കും മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം ഇത്രയധികം ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ല എന്ന് അനീഷിനും അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അനീഷിന് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത് ഗാർഡൻ ഏരിയയിൽ വെച്ച് ഡിങ്കൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുമ്പോഴും അനീഷ് കറക്റ്റായിട്ട് ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്, ഉച്ചയ്ക്കത്തെ വെസല് എങ്ങനെയാണ് അനുമോൾ കഴുകേണ്ടി വരിക? അത് രാത്രിക്കത്തെ വെസൽ കഴുകിയാൽ പോരെ? ഉച്ചയ്ക്കത്തെ ഡ്യൂട്ടി, കിച്ചൺ ഡ്യൂട്ടി അനുമോൾ ചെയ്തതല്ലേ? അതൊന്നും എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ കാര്യങ്ങൾ പോട്ടെ. പിന്നീട് അനുമോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനുമോളെ കേൾക്കാൻ അനീഷ് തയ്യാറാവുന്നുണ്ട്. അനീഷ് അതിപ്പോൾ അവിടെ ആരാണ്? കഴിഞ്ഞ ആഴ്ച നൂറയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ്, നൂറയുടെ കൂടെ നിന്ന വ്യക്തിയാണ് അനീഷ്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഈവൻ ആര്യനെ പോലും സംസാരിക്കാൻ ടൈം കൊടുക്കുന്നത്, അതായത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അകത്ത് പല സംഭവങ്ങളുണ്ടാവും. ഷാനവാസിൻ്റെ അങ്ങനെ അനീഷിന് കേൾക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ അനീഷ് മെനക്കെടാറുണ്ട്. അതിനൊക്കെ വളച്ചടിച്ച് അനീഷ് അനുമോളുടെ പുറകെ നടക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവരോട് പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ അവിടെ നമുക്ക് വൈകിട്ട് ശരിക്കും പറഞ്ഞാൽ കൂടെ നിന്നു, അനുമോക്ക് ഒരു സപ്പോർട്ടായി കൂടെ നിൽക്കുകയും ചെയ്തു. കൃത്യമായിട്ട് ആ ഇഷ്യൂ എങ്ങനെ പരിഗണിക്കുമെന്ന് ഒരു മീറ്റിങ്ങിൽ കൃത്യമായിട്ട് അനീഷ് അവരുദ്ദേശിച്ചത് മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് അനുമോളുടെ വേണ്ടി അനീഷ് ഫേവറിറ്റിസം കാണിച്ചു, തെറ്റ് ചൂണ്ടിക്കാണിച്ചില്ല എന്ന് പറഞ്ഞ് അനീഷിനെ പൊളിച്ചെടുക്കാനായിരുന്നു അവരെല്ലാവരും കൂടെ മീറ്റിംഗ് വിളിച്ചത്. പക്ഷെ അവിടെ വന്ന് അനീഷിനോടാണ് അവർ ചോദിക്കുന്നത്, അനീഷേട്ടൻ എന്താ പറയുക? അപ്പോൾ അനീഷ് വ്യക്തമായി 3 ചോദ്യങ്ങൾ ചോദിച്ചു.
3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് അപ്പോൾ നൂറ് അവിടെ ബബ്ബബ്ബ അടിക്കുന്നതാണ് കണ്ടത്. കാരണം കഴിഞ്ഞ ആഴ്ച നൂറ് എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് ആദിൽ ഓരോരുത്തരും ഡ്യൂട്ടി ചെയ്യാതെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മാറി നിന്നിട്ടുണ്ട്. അതെല്ലാം മറന്ന് വെച്ച് അനുമോൾ ഇവിടെ വലിയ തെറ്റ് ചെയ്തെന്നുള്ള ഒരു വിചാരണ നടത്തുമ്പോൾ ഈ അനീഷിൻ്റെ 3 ചോദ്യങ്ങളും കിടുവായിരുന്നു. അവിടെയാണ് അനീഷിലെ ഗെയിമറെ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, നൂറ വീണ്ടും അനീഷിനോടാണ് ആൻസർ പറയാൻ പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാനല്ല പറയേണ്ടത്, അനുമോൾ പറയും. അനുമോൾ അവിടെ സ്റ്റെപ്പ് ഓൺ ആയിട്ട് എണീറ്റ് നിന്ന് സൂപ്പറായിട്ട് അനുമോളുടെ കാര്യങ്ങൾ പറയുന്നു. അതിന് ശേഷവും ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നൂറ ചെയ്യേണ്ട കാര്യങ്ങൾ അനുമോൾക്ക് വേണ്ടി മാത്രം അനീഷേട്ട സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് നൂറയോട് എടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആരാണെങ്കിലും അനുമോളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ സംസാരിക്കും. അനുമോളെ ഇന്നലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അനീഷിനത് ശരിയായെന്ന് തോന്നി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേര് അനുമോളുടെ വള്ളിയാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വെറും തോന്നലും മാത്രമാണ്. ഇന്നലെ രാത്രി തന്നെ ഷാനവാസുമായിട്ട് കുറച്ച് വാക്കുതർക്കം ഉണ്ടായി. ഇന്നലെ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഷാനവാസുമായി ഷാനവാസുമായി സംസാരിച്ച് ഒരാപ്പിളൊക്കെ കട്ട് ചെയ്ത് അവരവിടെ പ്രശ്നം തീർത്തിട്ടാണ് അനീഷ് കിടന്നത്. ഇന്ന് രാവിലെ അനുമോളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദിലേനെ വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, നൂറയെ വിളിക്കുന്നുണ്ട്, ഷാനവാസിനെ വിളിക്കുന്നുണ്ട്. അവർ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അനീഷിന് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ ആ ലൈവ് കണ്ടവർക്കറിയാം. അനീഷ് എന്ന ഗെയിമർ ആയാലും ശരി, അനീഷ് എന്ന മനുഷ്യനായാലും ശരി, അത് 1ാം സ്ഥാനത്ത് ആ ബിഗ് ബോസ് ഹൗസിൽ വേറെ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്തുള്ള ഒരു സ്ഥാനത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് അനീഷ് മോർണിംഗിൽ ചെയ്ത ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത്. അതായത് നിങ്ങളിവിടെ സ്ട്രെസ്സ്, അതായത് അനീഷ് അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതായത് നമ്മൾ അവിടെ വിടുക, നമ്മളെ തന്നെയാണ് അത് ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് അനീഷ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിനോട് കാര്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തത്. മോർണിംഗ് ആക്ടിവിറ്റി സമയത്തും അനീഷ് കൂടുതൽ സമയം സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. ആ സമയത്ത് ബിഗ് ബോസ് ബസർ ഒരുപാട് ടൈം കൊടുത്തു, ബസർ അടിക്കാൻ താമസിച്ചു. പക്ഷെ പലരും വന്ന് ബബ്ബപ്പ് അടിച്ചപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് ബസർ അടിച്ച് വീടുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അനീഷ് ഒരു അസാധ്യ ഗെയിമറാണ്. എന്നാൽ അനുമോളുടെ കൂടി ഇന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പുള്ളിയുടെ ഗെയിമിൻ്റെ ഗെയിമല്ല, അതൊരു മനുഷ്യത്വം. അതായത് പുള്ളിയുടെ ഉള്ളിൽ ഒരുപാട് മനുഷ്യത്വമുള്ള, നന്മയുള്ള, അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു ഗുഡ് ഹ്യൂമൻ കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഗെയിമറും ബിഗ് ബോസിൽ നമ്മൾ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ഗെയിമർ മാത്രമായാൽ പോരാ, അയാളുടെ പേഴ്സണാലിറ്റി കൂടി നന്നായിരിക്കണം. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് കിങ് ആയത് ആ രീതിയിലാണ്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു വ്യക്തിയോട് കമ്പയർ ചെയ്യല്ല, പക്ഷേ അനീഷ് എന്നുള്ള വ്യക്തിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. പ്രേക്ഷകരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് കളിക്കാൻ അനീഷിനിപ്പോൾ കഴിയുന്നുണ്ട്. അനുമോളുടെ ഭാഗത്ത് ഇന്നലെ ന്യായം ഉണ്ടായതുകൊണ്ട് അനുമോളുടെ കൂടെ നിന്നു. അവർ തമ്മിൽ അതായത് പല കാര്യങ്ങളിലും സിമിലാരിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലൊരു ബോണ്ടുണ്ട്. ആ ബോണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതിനെ വേറൊരു രീതിയിലേക്കൊക്കെ ആക്കി വൾഗറാക്കി ചിത്രീകരിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യവുമില്ല. അവരുടെ ആ ബോണ്ട്, ആ വൈബൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അതിലേക്ക് ഷാനവാസും കൂടെ വരുമ്പം നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബാണ് അതും തരുന്നത്. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഇനി ഏതൊക്കെ രീതിയിലാണ് കളികൾ പോകുന്നതെന്നും നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.